പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തി ശിഷ്യൻ അധ്യാപികയുമായി പരിചയം പുതുക്കി 27 ലക്ഷം രൂപയും 21 പവൻ സ്വർണവും കൈക്കലാക്കി. സംഭവത്തിൽ പൂർവ്വ വിദ്യാർത്ഥി തിരൂർ തലക്കടത്തൂർ സ്വദേശി നീലിയത്ത് വേർക്കൽ ഫിറോസിനെയാണ് കർണാടകയിൽ നിന്നും പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത്. സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞ് അധ്യാപികയെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. 1988-90 കാലത്ത് പഠിപ്പിച്ച അധ്യാപികയാണ് തട്ടിപ്പിനിരയായത്. വിശ്വാസ്യത ഉറപ്പിക്കാനായി രണ്ടാം പ്രതിയും ഭാര്യയുമായ റംലത്തുമായി എത്തിയാണ് പണം കൈപ്പറ്റിയത്. ഇവരുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം 1 ലക്ഷം രൂപ വാങ്ങി 4000 രൂപ ലാഭം നൽകി. പിന്നീട് 3 ലക്ഷം വാങ്ങി 12000 രൂപ ലാഭവിഹിതം നൽകി. വിശ്വാസം പിടിച്ചുപറ്റി തവണകളായി കൂടുതൽ പണവും സ്വർണവും കൈക്കലാക്കി പ്രതി മുങ്ങുകയായിരുന്നു. അധ്യാപികയുടെ ദയ പിടിച്ചുപറ്റാൻ പല കള്ളത്തരങ്ങളും പറഞ്ഞു. പക്ഷാഘാതം ബാധിച്ചിരുന്നതും ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞു. തുടർന്നാണ് ബിസിനസ് തുടങ്ങാൻ 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും 4000 രൂപ പലിശ നൽകാമെന്നും പറഞ്ഞ് പണം കൈക്കലാക്കിയത്. ബിസിനസ് വിപുലമാക്കാനെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന 21 പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി. പിന്നീട് ഫിറോസിന്റെ ഫോൺ ഓഫായതോടെയാണ് അധ്യാപികയ്ക്ക് പറ്റിക്കപ്പെട്ടതായി മനസ്സിലായത്. മാസങ്ങളോളം ഫിറോസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫിറോസ് കർണാടകയിലെ ഹാസനിൽ ആർഭാടമായി ജീവിക്കുന്നുവെന്ന് വിവരം ലഭിച്ചു. ഇതോടെ പരപ്പനങ്ങാടി CI വിനോദ് വലിയാട്ടൂരും സംഘവും ഹാസനിലെത്തി അന്വേഷണം നടത്തി പിടികൂടുകയായിരുന്നു. ഈ ചാനൽ തിരൂർ.